ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 150 ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നത്. വലിയൊരു ബ്രേക്കിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. ആയിട്ടാണ് ഇത്രയൊരു ലോങ് ഗ്യാപ്പ് എടുക്കുന്നത്. എസിലിൻ്റെ അവസാന സീസൺ 2025-26 സീസൺ നമുക്ക് കാര്യമായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. എസിലിന് വലിയൊരു ആരവങ്ങളൊന്നും ഇല്ലാത്ത സീസൺ ആയിരുന്നു അവസാന സീസൺ. ആ ഒരു സീസണിൻ്റെ തുടക്കം പാളെങ്കിൽ കൂടി ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വരവോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഐ എസ് എല്ലിൻ്റെ പുതിയ സീസൺ 2026-27 സീസണിൻ്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 4-നായിരിക്കും ഐ എസ് എൽ ആരംഭിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിലവിൽ അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടുകയാണ്. ഒരുപാട് കമ്പനികളുടെ പുതിയ റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്കൊന്നും എത്തിയിട്ടില്ല. നേരത്തെ ലുലു ഗ്രൂപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റെടുക്കാൻ പോകുന്ന നേരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ഏലിനൂർ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നേഗിയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു വാർത്ത കേട്ടില്ല എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞത്. എന്നാൽ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള കാലിക്കറ്റ് FC ഓൺ ചെയ്യുന്ന കമ്പനിയായിട്ടുള്ള IBS സോഫ്റ്റ്വെയർ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് ചർച്ചകളൊക്കെ അടുത്ത വീക്കിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ന്യൂസ് മീഡിയ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡീൽ നടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ഓണേഴ്സിനും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളും അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ ഒരു ഡീൽ നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇല്ലെങ്കിൽ പുതിയ ISL സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കൂടാതെ പ്രമുഖ മാധ്യമമായിട്ടുള്ള സില്ലീസ് ഇപ്പോൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ഹാനോവർ 96 കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു പുതിയൊരു ടൈപ്പിന് റെഡിയാണ്. പക്ഷെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് താല്പര്യമില്ല എന്നാണ് സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് യൂത്ത് ടീമിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യൂത്ത് ടീമിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഡീലായിരിക്കും ഇത്. എന്തായാലും ഈ ഒരു ഡീൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കുമെന്നാണ് സില്ലീസ് റിപ്പോർട്ട് ചെയ്തത്. ഇല്ലെങ്കിൽ പുതിയ ISL സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ISL സീസണിൽ ലൈവ് സ്ട്രീമിംഗ് റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഫാൻ കോഡിനായിരുന്നു. കഴിഞ്ഞ ISL സീസണിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫാൻ കോഡിൽ കണ്ട മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം തന്നെയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും വ്യൂസ് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയും ഫാൻസ് ഉള്ളൊരു ക്ലബിനാണ് നിലവിൽ ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നത്. എന്തായാലും അണിയറയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പറയാം. ആസി താരമായിട്ടുള്ള ഡാനിഷ് ഫറൂഖ് നേരത്തെ ടീം ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച വിദേശ താരങ്ങളൊരാളായുള്ള ഫ്രാഞ്ചിനെ FC ഗോവ സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ ഇത് മലയാളി താരമായിട്ടുള്ള സഹീഫിനെ ചെന്നൈയിൻ FC സൈൻ ചെയ്തു എന്ന് മാർക്കസ് മർഗുലാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നിരാശ നൽകുന്ന കാര്യം തന്നെയാണിത്. കൂടാതെ 2 ട്രാൻസ്ഫർ ന്യൂസ് കൂടി പുതുതായി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച വിദേശ താരമുള്ള ഒരാളായുള്ള കെവിൻ യോക്കയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായുള്ള നിഹാൽ സുധീഷും ഇപ്പോൾ ടീം ഇട്ടുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള റിട്ടേണിനെ കുറിച്ച് ഒരു സ്റ്റോറി ഒക്കെ ഇട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ലോണിൽ പോയ ടീമിൽ നിന്ന് താരം ടീം വിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് കോൺട്രാക്റ്റ് ഉള്ളത്. എന്തായാലും ഇതൊക്കെയാണ് നിലവിലെ അപ്ഡേറ്റുകൾ. ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക.